നമ്മുടെയൊക്കെ ജീവിതത്തിലേ നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പർപ്പസ് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു നല്ല ഇന്റൻഷൻ ഉള്ള ഒരു പർപ്പസ്ഫുൾ ലിവിങ്ങിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും അതിലേക്ക് ഫോക്കസ്ഡ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ആരാന്നറിയാമോ? നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മളോട് സെൽഫ് ടോക്ക് നമ്മൾ ചെയ്യണമുണ്ടല്ലോ, വളരെ കോൺഷ്യസ് ആയിട്ട് നല്ല നല്ല വാക്കുകൾ നമ്മളോട് പറയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. എല്ലാ ഫീലിങ്സും ശരിയൊന്നുമല്ല, റിയൽ അല്ല. അപ്പൊ നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഗോളിലേക്ക് കിട്ടിയതായിട്ടുള്ള സന്തോഷമുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഫീൽ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട സറൗണ്ടിങ്സ് ഇല്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണത്. അപ്പൊ വളരെ ഇമോഷണലി സേഫ് ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്, നല്ല സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മളുടെ ജീവിതമെങ്കിൽ എപ്പോഴും നമ്മളുടെ മൈൻഡ് ഉണ്ടല്ലോ വളരെ ഹെൽത്തി ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒക്കെ പോകും. അപ്പൊ അത് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നല്ല മൈൻഡ് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബോഡിയെ നമ്മൾ നന്നായിട്ട് കീപ്പപ്പ് ചെയ്യണം. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, നല്ല ചിന്തകൾ നമ്മൾക്ക് കൊടുക്കണം. ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളും അച്ചീവ്മെന്റ് ഒക്കെ നടക്കുമ്പോഴേ നമ്മൾക്ക് തന്നെ റിവാർഡ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ ലൈഫിലുണ്ടല്ലോ ഒരു ഹെൽത്തി മൈൻഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.